വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 50-ാം തിരുവാക്യത്തിലൂടെ ദൈവം നമ്മോട് അരുളി ചെയ്യുകയാണ്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഈശോയിലെ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ അമ്മയും സഹോദരനും സഹോദരിയുമാകുവാനുള്ള ദൈവത്തിൻ്റെ ഒരു ക്ഷണത്തിലേക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രവേശിക്കുവാൻ ഒരുങ്ങുകയാണ്. വളരെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. വളരെ പ്രത്യേകമായ വിധം എഫാത്ത ബൈബിൾ റീഡിംഗ് ഗ്രൂപ്പിനോട് ചേർന്ന്, എഫാത്ത ഹോളി റോസറി ഗ്രൂപ്പിനോട് ചേർന്ന് നാളുകളായി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സന്ദേശം എന്നതുപോലെയാണ് ഈ ഓഗസ്റ്റ് മാസം 6-ാം തീയതി മുതൽ സെപ്റ്റംബർ 8-ാം തീയതി വരെ വിമല ഹൃദയ പ്രതിഷ്ഠയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഞാൻ എന്നെ തന്നെയോ എൻ്റെ പ്രിയപ്പെട്ടവരെയോ എനിക്കറിയാവുന്നവരെയോ അറിഞ്ഞുകൂടാത്തവരെയോ എല്ലാം പരിശുദ്ധ അമ്മയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേകമായ പ്രാർത്ഥനകളുടെ ദിവസങ്ങളാണ് ഈ നീണ്ട 33 ദിവസങ്ങൾ. പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് ഒരുക്കമായി 33 ദിവസങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് തിരുനാൾ ദിവസം നടത്തുന്ന പ്രതിഷ്ഠയാണ് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ. ഈശോ മനുഷ്യനായി ദൈവമായി ഈ ഭൂമിയിലേക്ക് വന്ന് 33 വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചതിൻ്റെ ഒരടയാളം എന്നപോലെയാണ് ഈ 33 ദിവസങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെയും നമ്മുടെ നിയോഗങ്ങളെയും ഒക്കെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ സന്ദേശം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മയെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്. ഇതുപോലെ പരിശുദ്ധ അമ്മയോട് ചേർത്ത് വെക്കുന്ന നിയോഗങ്ങളും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുമ്പോൾ ആ നിയോഗങ്ങളും വ്യക്തികളും എല്ലാം സ്വർഗത്തിൻ്റെതായി മാറുകയാണ്. ഇനിയും എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രത്യേകം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുക? ഇവിടെ പ്രത്യേകം ദൈവവചനത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്ക് മംഗളവാർത്തയുമായി സ്വർഗത്തിന്റെ ഗബ്രിയേൽ ദൂതൻ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഈ സ്വർഗത്തിന്റെ സന്ദേശം ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അമ്മ അതിന് പ്രത്യുത്തരം കൊടുത്തു, ഇതാ കർത്താവിന്റെ ദാസി. സ്വർഗം പരിശുദ്ധ അമ്മയിലേക്ക് ഇറങ്ങി വരാനും അമ്മ അതിന് തിരിച്ചൊരു ഉത്തരം കൊടുക്കുവാനും ദൈവത്തിന് സമ്മതം മൂളാനും കാരണം അത് പരിശുദ്ധ അമ്മയും സ്വർഗവും തമ്മിലുള്ള ഒരു ബന്ധമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബന്ധമാണ് നമ്മളെ ചേർത്ത് പിടിക്കുന്നതും നമ്മളെ തന്നെ പൂർണ്ണമായും അമ്മയിലേക്ക് അമ്മയുടെ മാധ്യസ്ഥം വഴി അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ദൈവത്തിന് സമർപ്പിച്ച് വിശുദ്ധീകരിക്കപ്പെടാനും നമ്മൾ പ്രത്യേകം ഈ ദിവസങ്ങൾ മാറ്റിവെക്കുക. പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭൗതികമായിട്ടുള്ള നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന രീതിയല്ല, മറിച്ച് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മളെയും നമ്മൾക്കുള്ളവയെല്ലാം സ്വർഗത്തിലേക്ക് സമർപ്പിച്ച് സ്വർഗത്തിലേക്കുള്ള ഈ യാത്രയിൽ അമ്മേ എൻ്റെ കൈ പിടിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, എഫാത്ത ബൈബിൾ റീഡിംഗ് ഗ്രൂപ്പും എഫാത്ത ജപമാല കൂട്ടായ്മയും ചേർന്നൊരുക്കുന്ന ഈ 33 ദിവസത്തെ ഈ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്കും 8-ാം തീയതിയുള്ള പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൽ ആ ദിവസമുള്ള വിമല ഹൃദയ പ്രതിഷ്ഠയിലേക്കും നമ്മുടെ കൂട്ടായ്മയിലെ എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. ഏകദേശം 1,10,10,000 മുകളിൽ ആളുകൾ ഈ കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ വചനമാകുന്ന ദൈവത്തെ വായിച്ച് ധ്യാനിച്ച് തമ്പുരാനിൽ നിന്ന് അനേകം കൃപകൾ സ്വന്തമാക്കുന്നുണ്ട്. നമ്മുടെ ഈ ജപമാല കൂട്ടായ്മയോട് ചേർന്ന് ഏകദേശം 30,000-ഓളം ആളുകൾ അഖണ്ഡ ജപമാലയിലൂടെ കഴിഞ്ഞ മെയ് മാസം 1-ാം തീയതി മുതൽ അമ്മയോട് ചേർന്ന് ജീവിക്കുന്നവരുണ്ട്. നമ്മുടെയൊക്കെ ഈ പ്രാർത്ഥനകളും നിയോഗങ്ങളും അനേകം ആത്മാക്കൾ സ്വർഗത്തിലേക്ക് എത്തുവാൻ ഇടയാകട്ടെ. നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുമ്പോൾ അവിടെ പിശാചിനും പ്രലോഭനങ്ങൾക്കും നാരകീയ ശക്തികൾക്കും ഒട്ടുമിടമില്ലാതെ നമ്മളെ ഓരോരുത്തരെയും ദൈവം പൊതിഞ്ഞു പിടിച്ച് പരിശുദ്ധാത്മാനാൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നിങ്ങൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.